അയ്യേ, ഒരു എ പ്ലസ് പോലും ഇല്ലല്ലോടാ. ഈ കുന്നംകുളം പഞ്ചായത്തിൽ ഏത് കുട്ടിക്കുണ്ടടാ എ പ്ലസ് ഇല്ലാത്തത്? ഇത്ര വർഷമായിട്ട് ഇവിടെ പരീക്ഷ നടക്കുന്നു. ഒട്ടുമിക്ക എല്ലാ പിള്ളേർക്കും 10, 8, 6, 7 എ പ്ലസ്സാ. എനിക്ക് 4 A ഉണ്ടല്ലോ. തോറ്റായിരുന്നേലും വേണ്ടിയില്ലായിരുന്നു. അപ്പം 4 Aയും മേടിച്ച് വന്നേക്കുന്നു. ഞാൻ കുടുംബശ്രീയിലെ പെണ്ണുങ്ങളുടെ മുഖത്ത് എങ്ങനെ നോക്കൂടാ? അവളുമാരൊക്കെ ഇനി ചോദിക്കാൻ തുടങ്ങും, എത്ര എ പ്ലസ് ഉണ്ട്, എത്ര എ പ്ലസ് ഉണ്ട്. അമ്മാവൻ വിളിക്കുന്നു. ഞാൻ അമ്മാവൻ്റെ അടുത്ത് ഇനി എന്തോ പറയൂ എന്തോ. ഹലോ, എത്ര എ പ്ലസ്? അമ്മാവാ, എ പ്ലസ് ഇല്ല അമ്മാവാ. ഇല്ലയോ? എനിക്കത് അപ്പോഴേ അറിയായിരുന്നു. 4 A ഉള്ളു. സുധർമ്മയുടെ മോക്കേ ഫുൾ എ പ്ലസ്. ഫുൾ എ പ്ലസ്. ഈ ചെറുക്കൻ ഓരോ മണ്ണും കുണ്ണും അറിയത്തില്ലെന്നേ. ആ ചെറുക്കൻ്റെ അടുത്ത് ആ ടീച്ചർ വരെ പേപ്പർ കൊണ്ട് കൊടുത്തതാടാ, നോക്കി എഴുതെന്ന് പറഞ്ഞിട്ട്. അവന് കോപ്പി എഴുതാൻ, അവന് മലയാളാക്ഷരം വായിക്കാനും എഴുതാനും അറിയത്തില്ലല്ലോ, പിന്നെ എങ്ങനെ അവൻ കോപ്പി എഴുതുന്നേ? അവൻ നോക്കിയൊന്നും എഴുതാനുള്ള കഴിവില്ല അവന്. അവൻ പഠിച്ചതും ഇല്ല, ആരുടെയും കോപ്പി അടിച്ചതും ഇല്ല. ഇനി ഞാൻ എങ്ങനെ പുറത്തിറങ്ങി നടക്കുമെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല അമ്മാവാ. ശരി എന്നാ, ഞാൻ ഈ കാര്യം 10-12 പേരോട് വിളിച്ച് പറയട്ടെ. ഓക്കെ. കേട്ടോടാ, സുധർമ്മയുടെ മോക്ക് വരെ 2 A+. ഞാൻ ഇനി പെണ്ണുങ്ങളുടെ മുഖത്ത് എങ്ങനെ നോക്കും? അല്ലെങ്കിൽ ഞാനേ കുടുംബശ്രീയിലെ പെണ്ണുങ്ങളുടെ അടുത്ത് പറയാൻ പോകുന്നത് എനിക്ക് 2 A+ ഉണ്ടെന്ന്. എന്തിനമ്മേ കള്ളം പറയുന്നു? ഉള്ളതുപോലെ പറയമ്മേ. അയ്യോ, മോനിങ്ങനെ സത്യസന്ധനായിട്ട് അങ്ങ് ജീവിച്ചോ. ഹലോ, ഞാനാ. എന്തെല്ലാം ഉണ്ട്? എന്തോ ചെയ്യാനാ ടീച്ചറെ, അവന് കോപ്പി എഴുതാൻ പോലും അറിയത്തില്ല. എന്തോ ചെയ്യാൻ? അവൻ്റെ അടുത്ത് ഞാൻ അന്നേ പറഞ്ഞതാവല്ലോ ഒക്കെ പഠിച്ചിട്ട് എഴുതാനെന്ന്. പേപ്പർ കൊണ്ട് കൊടുത്ത് കോപ്പി എഴുതാൻ ഒന്നും ചെയ്തിട്ടില്ല. കോപ്പി എഴുതാതെ നല്ല മാർക്ക് മേടിച്ച പിള്ളേരൊക്കെ ഉണ്ട്. പിന്നെ അവനൊരു അനുമോദനം ഉണ്ട് കേട്ടോ. ആദരവോ? എന്തോ ഇനി? മണ്ടൻ ഓഫ് ദി ഇയർ. വേണ്ട ടീച്ചറെ, നാണക്കേടാ, വേണ്ട. അങ്ങനെ പറയല്ലേ, വരണേ. അതിപ്പോ എല്ലാ സ്കൂളിലും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുക. മാർക്ക് കുറഞ്ഞ കുട്ടിക്കും മാർക്ക് കൂടിയ കുട്ടിക്കും. മാർക്ക് കൂടിയവരെ എല്ലാ A+കാരെ എല്ലാരും കാണുന്നതല്ലേ. ഈ കുറഞ്ഞ കുട്ടികളെ കാണാനാണ് ഇപ്പൊ തിക്കും തിരക്കും. അതുകൊണ്ട് പിന്നെ സ്കൂളിനൊരു പ്രൊമോഷനും ആവും. വരണേ. 1500 രൂപ ക്യാഷ് അവാർഡ് ഉണ്ട് മോന്. ഞാൻ അവനോട് ചോദിക്കട്ടെ ടീച്ചറെ. ശരി എന്നാ. ഡാ, നിനക്ക് മണ്ടൻ പുരസ്കാരം ഉണ്ടെന്ന് സ്കൂളിൽ നിന്ന് വിളിച്ച്. നീ പോവുകയൊന്നും വേണ്ട. അമ്മേ, ഞാൻ എന്തായാലും പോന്നു. എനിക്ക് പോണം. കേരളത്തിലെ സ്കൂളിലെ SSLC പരീക്ഷ എഴുതിയ സ്കൂളുകളെ വച്ച് നോക്കിയാൽ വേലയന്മതി സ്കൂളിന് എന്തുവാ പ്രത്യേകത? ഫുൾ A+ മേടിച്ച 72 കുട്ടികളെ വാർത്തെടുത്തു വേലയന്മതി സ്കൂള്. ഫുൾ A+ മേടിച്ച 72 കുട്ടികൾ മാത്രമല്ല, നമ്മുടെ സ്കൂളിലാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ മാർക്ക് മേടിച്ച കുട്ടിയുള്ളത്. നമ്മൾ വിജയത്തിൽ നിൽക്കുന്നവരെ മാത്രമല്ല, പരാജയത്തിലേക്ക് കൂപ്പ് കുത്തിയവരെ കൈപിടിച്ച് കയറ്റാൻ അവർക്ക് ഒരു അനുമോദനം വെച്ചിരിക്കുകയാണ്. അപ്പൊ ഏറ്റവും മാർക്ക് കുറഞ്ഞ വസന്തരമണനെ നമ്മൾ അവിടെ വിളിച്ചിരുത്തിയിട്ടുണ്ട്. അവൻ +1 +2 പോകും തോറും അവനും പഠിക്കാനുള്ളൊരു താല്പര്യം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഈ അനുമോദനം. പക്ഷേ +1 +2 ഈ സ്കൂളിൽ അഡ്മിഷൻ കിട്ടുമെന്നുള്ളത് അസാധ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പം അങ്ങനെ പിന്നെ അപ്പം ഈ സ്കൂളിൽ അഡ്മിഷൻ കിട്ടുക എന്നുള്ളത് അസാധ്യമാണ്. അത്രയ്ക്ക് ഈ കള്ള പന്നികളെടുത്ത് ഞാൻ പറഞ്ഞത് വല്ലവൻ്റെയൊക്കെ നോക്കിയിരുന്ന് എഴുതാൻ. പരീക്ഷ കോളി വരെ ഞാൻ കോപ്പി വരെ കൊണ്ട് കൊടുത്തിട്ട് കള്ള പന്നികൾ കുസൃതി കുരുന്നുകൾ എഴുതിയില്ല. അതുകൊണ്ടാണ് ഇങ്ങനൊരു കാര്യം സംഭവിച്ചത്. പിന്നെ അപ്പം നമുക്കിനി നമ്മുടെ ശ്രീദേവി ടീച്ചറെ നമുക്ക് ക്ഷണിക്കാം. ശ്രീദേവി ടീച്ചർ ആകുമ്പോൾ മര്യാദയ്ക്ക് സംസാരിക്കും. എനിക്ക് കൺട്രോൾ തെറ്റുന്നു. ഇവന്മാരുടെയൊക്കെ മോന്ത കാണുമ്പോൾ എനിക്ക് സോറി ടീച്ചറെ. വരും, ശരി, കൈയ്യട്ടടെ. ടീച്ചർ അതൊക്കെ ഞാൻ ശരിയാക്കി വെച്ചേക്കും, അതൊന്നും തല്ലി പിടിക്കല്ലേ. അപ്പം നമ്മുടെ സ്കൂളിൽ തന്നെ പഠിച്ച കുട്ടിക്കാണ് സ്റ്റേറ്റ് തലത്തിൽ ഏറ്റവും കൂടുതൽ മാർക്കും കിട്ടിയിരിക്കുന്നത്. അതെൻ്റെ ക്ലാസ്സിലെ കൊച്ചാണേ. ഏത് മോൻ്റെ പേരെന്തോ? വസന്തരമണൻ. ഏറ്റവും മാർക്ക് കുറവെന്ന് പറഞ്ഞതോ? എന്ത് പറയാൻ, ഒരിടത്ത് ഉയർച്ചയാണ്, ഒരിടത്ത് താഴ്ചയും കാണും. അതേപോലെ നമ്മുടെ സ്കൂളിൽ തന്നെയാണ് ഏറ്റവും കുറവ് മാർക്കുള്ള കുട്ടിയുള്ളത്. അപ്പോൾ 2 പേർക്കും നമ്മളിവിടെ
അവാർഡ് ദാനം ചെയ്യുന്നുണ്ട്, അനുമോദനം ചെയ്യുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാൻ പറ്റിയ നമ്മുടെ കീർത്തി ഭാഗ്യലക്ഷ്മിയെ ഞാൻ ഈ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. എനിക്ക് ഒരുപാട് അഹങ്കാരമുണ്ട്. കാരണം ഞാനാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ മാർക്ക് മേടിച്ച് 1ാമത്തെ റാങ്കിലെത്തിയിരിക്കുന്ന കുട്ടി. കാരണം ഞാൻ അത്രയും നന്നായി പഠിച്ചു. നിങ്ങളൊക്കെ വല്ലവൻ്റെയും മാവേലെ കല്ലെറിയാനും പാടത്ത് കുഴി കുത്താനും പോയപ്പോൾ ഞാൻ വീട്ടിലിരുന്ന് ഉറക്കമുളച്ച് പഠിച്ചത് കൊണ്ടാണ് എനിക്ക് ഈ ഒരു നേട്ടം കിട്ടിയത്. നന്ദി പറയാവോ? എന്താണ് നന്ദി നന്ദി പറയാനുണ്ട്. എനിക്ക് നന്ദി പറയാനുള്ളത് എൻ്റെ ഏറ്റവും ബഹുമാനപ്പെട്ട എൻ്റെ അമ്മയോടാണ് നന്ദി പറയാനുള്ളത്. കാര്യം അമ്മ എപ്പോഴും അപ്പുറത്തെ വീട്ടിലെ ആൻറ്റിയുടെ മോളെക്കാട്ടി മാർക്ക് മേടിക്കണം, സുജി ആൻറ്റിയുടെ മോളെക്കാട്ടി മാർക്ക് മേടിക്കണം, പുഷ്പമ്മയുടെ മോളെക്കാട്ടി മാർക്ക് മേടിക്കണം, അടിച്ചടിച്ച് എന്നെ അത്രയും പഠിപ്പിച്ചു. പിന്നെ എൻ്റെ അച്ഛൻ, എൻ്റെ വീട്ടിലെ പൂച്ച, എൻ്റെ ഇൻസ്റ്റഗ്രാമിലെ റൈഡർവുഡ് എന്ന് പറഞ്ഞൊരു ചേട്ടൻ, അവരെന്നോട് എപ്പോഴും പരീക്ഷയ്ക്ക് പോയോ കഴിച്ചോ കുടിച്ചോ എന്ന് എപ്പോഴും അപ്ഡേറ്റ്സ് ചോദിക്കുമായിരുന്നു. അപ്പം അവർക്കൊക്കെയാണ് എനിക്ക് നന്ദി പറയാനുള്ളത്. സ്കൂളിനെ പറ്റി എന്തേലും ഒന്ന് പറ. അപ്പം നമ്മുടെ ഈ വേലയില്ലാമതി സ്കൂളിനോടും അവിടുത്തെ ടീച്ചർമാരോടും എനിക്ക് നന്ദി പറയാനുണ്ട്. കണാദരൻ സാറ്, വേലയില്ലാമതി സ്കൂളിലെ ടീച്ചർമാരോടും ഒക്കെ നന്ദി പറയാൻ വേണ്ടി സാർ അവിടെ നിന്ന് ആംഗ്യം കാണിക്കുന്നതുകൊണ്ട് ഞാൻ നന്ദി പറയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. അപ്പം എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ചെറിയ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇനി ഏറ്റവും മാർക്ക് കുറവ് മേടിച്ച വസന്തരമണനെ മേടിക്കാം. 4A മാത്രമാണ്. നമസ്കാരം എല്ലാവർക്കും. അയ്യേ, നിനക്ക് നാണോ ഇല്ലാടാ ഇത്രയും കുറവ് മാർക്ക് മേടിച്ചു സ്റ്റേജിൽ കയറി നിൽക്കാൻ? ഇങ്ങനെ ഒരു സ്വീകരണം എനിക്ക് വന്നപ്പോൾ എൻ്റെ അമ്മ എന്നോട് പോവണ്ടെന്നാണ് ആദ്യം പറഞ്ഞത്. അതെന്തുകൊണ്ടാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. ഏതൊരമ്മയ്ക്കും സങ്കടമുള്ള കാര്യമാണ് സ്വന്തം മകന് നേരെ ഇങ്ങനെ കൂക്കുവിളികൾ വരുമ്പോൾ. പക്ഷേ എന്നിട്ടും ഞാനിവിടെ വന്നു. എനിക്ക് ഈ തോൽവി ആസ്വദിക്കണം. ഈ തോൽവി ഞാൻ പഠിച്ച് നേടിയ തോൽവിയാണ്, ഒരുത്തൻ്റെയും കോപ്പി അടിച്ച് നേടിയ തോൽവിയല്ല. ടീച്ചർമാർ അടക്കമാണ് ഇവിടെ A+ മേടിക്കാൻ വേണ്ടി കോമ്പറ്റീഷൻ നടത്തി കോപ്പി അടിക്കാൻ സപ്പോർട്ട് ചെയ്യുന്നത്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തന്മാരെടുത്തും എനിക്ക് ചോദിക്കാനുള്ളത്, നീയൊക്കെ 1 മാർക്കിനെങ്കിൽ 1 മാർക്കിന് മറ്റവന്റെ പേപ്പറിനകത്ത് നോക്കി എഴുതിയതല്ലേടാ? ഇവിടെ എല്ലാവരും ഇരിക്കുന്നുണ്ട്. ഇവരെയൊക്കെ വിളിച്ചു നിർത്തി ഇപ്പൊ ബോർഡിനകത്ത് നമ്മുടെ ചോദ്യം എഴുതി ഉത്തരം എഴുതടാ എന്ന് പറഞ്ഞാൽ എത്ര പേര് A+ എഴുതും? എത്ര പേര് A+ എഴുതും എന്ന് എനിക്ക് ചോദിക്കാനുണ്ട്. ടീച്ചർമാരുടെ വായിലൊക്കെ ഇപ്പൊ പഴമായിരിക്കും, ഒന്നും മിണ്ടാൻ കാണത്തില്ല. പക്ഷെ എനിക്ക് അഭിമാനത്തോടു കൂടി പറയാം, എൻ്റെ മാർക്ക് ലിസ്റ്റിൽ A+ ഇല്ലായിരിക്കാം, പക്ഷെ എൻ്റെ മാർക്ക് ലിസ്റ്റിലെ ഓരോ Aയും Bയും Cയും അത് ഞാൻ പഠിച്ചു നേടിയതാ. അമ്മേ. അതിനെന്നെ ആരും കളിയാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു.